ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ്. ഇതുപോലെ യാത്രയിൽ കണ്ട ചില നിറഞ്ഞ ഭാഗങ്ങളും പിന്നെ വീട്ടിലെ വിശേഷങ്ങളുമാണ്. അപ്പോൾ ഞാനത് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഞങ്ങളുടെ ഒരു ബന്ധു വീട്ടിൽ ഞങ്ങൾ ഒരു ആവശ്യത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ പോകും വഴിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് അങ്കിളുടെ പെങ്ങളുടെ മോളുടെ വീട്ടിലാണ് കേട്ടോ. ഒരു അമ്മ മരിച്ചതിൻ്റെ ഒരു 40 എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. അതാണ് ഞങ്ങളുടെ വിശേഷ ചടങ്ങ്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. പങ്കെടുത്തു. ഇന്നിവിടെ മഴയായിരുന്നു കേട്ടോ. രാവിലെ തുടങ്ങിയൊക്കെ മൂടിക്കെട്ടി നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇടയ്ക്ക് എത്തിയപ്പോഴത്തേനും മഴയൊക്കെ പെയ്തു. അവിടെ ചെന്ന് തിരിച്ചു പോരുമ്പോഴും വലിയ മഴ പെയ്തു കേട്ടോ. ഇവിടേക്ക് എത്താറായിപ്പോൾ വലിയ മഴ പെയ്തു. 2-3 ദിവസമായി ഇതിങ്ങനെ മൂടിക്കെട്ടി, വെയിലുമില്ല മഴയുമില്ല എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കണു. അപ്പോൾ മഴ കിട്ടി, നന്നായി. വീട്ടിൽ വന്നിട്ട് ഒരു അടിപൊളി പാചകം അങ്ങോട്ട് ഉണ്ടാക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കണം. ചക്കയുടെ മടലും കൂഞ്ഞയും മാത്രം കൊണ്ടുണ്ടാക്കിയ ഒരു വിഭവമാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളതൊക്കെ ഞാൻ വഴിയേ നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അത് ചക്ക വെട്ടി ഒരുക്കിയെടുക്കാം. ഭയങ്കര കൂഞ്ചക്കട്ടിയാ. നിങ്ങളുടെ നാട്ടിലൊക്കെ ചക്ക ആയോ? ചക്ക വെട്ടാനൊക്കെ അറിയോ? ഇത് നല്ല ബലമുള്ളതൊക്കെ ആയിട്ടുണ്ട് ഇത്രയും ഇത്. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും നേരമൊന്നും വേണ്ട ചക്ക വെട്ടാനായിട്ടേ. ഇത് ഞങ്ങൾക്ക് 2 ദിവസത്തേക്കുണ്ടാവും. പണ്ടൊക്കെ ചക്ക കണ്ടമാനം തിന്നാറുണ്ട് ഒറ്റ ഇരിപ്പിലൊക്കെ. ഇപ്പേന്ന് പറഞ്ഞു ഇത് തന്നെയല്ലല്ലോ നമുക്ക് തിന്നാനുള്ള. ഇത് വേറെയും പല സാധനങ്ങളും ഉണ്ടല്ലോ. ഇനി അത് പറിച്ചെടുക്കട്ടെ. ഇപ്പം ചക്ക ഇല്ലാത്ത സമയമാണല്ലോ. അതുകൊണ്ട് ചക്കയുടെ എല്ലാ ഭാഗവും നമുക്കെടുത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇത് ഒരു ഇതുണ്ടാക്കാം കേട്ടോ. ഉണ്ടോ? ചില മടൽ തിന്നാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. ഇല്ലാത്ത പോലെ അത് ഈ കിടക്കട്ടെ. അതങ്ങനെ. അപ്പം നിങ്ങൾക്കും കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പം ഇല്ലാത്ത സമയം ആയതുകൊണ്ട് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ചക്ക വെട്ടിയൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഒരു ചുളയെടുത്ത് തിന്നു നോക്കിയത്. അപ്പം ഉണ്ട് നല്ല മധുരവും പുളി. ചുള പറക്കി മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഇത്
ഇതിന് വലിയ കുഴപ്പമില്ല. അത് കറി വയ്ക്കാമെന്ന് എഴുതിയേക്കുക. ചക്ക വെക്കാന്ന് ചെയ്തപ്പോൾ അത് പുളി വെച്ച് പോയതുകൊണ്ട് ചക്ക മടല് ഞാൻ അരിഞ്ഞെടുത്ത് വേവിച്ചല്ലോ. അപ്പം ആ വേവിച്ചെടുത്ത നല്ലോണം വെന്തിട്ടൊക്കെ സംഭവമാണ് ഇത്. അപ്പം അത് ഞാൻ ഒലത്തിയെടുക്കാം. നമുക്കത് ഒലത്തിയെടുക്കാം. ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. ഞാൻ 2 കടുക് ഇടുകയാണ്. എന്തായാലും നമുക്കതിനെ ഒരു നല്ല വിഭവമാക്കി എടുക്കണ്ടേ. ഒരു കുഞ്ഞ് സവോളയാണ്. ഒരു 2 കറിവേപ്പില ഞാൻ ഇട്ടു. ഞാനൊരിത്തിരി തേങ്ങ ഇടുകയാണ്. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത്തിരി മുളക് പൊടി ഇട്ടു. ഇനി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ചക്കമടൽ ഇട്ട് കൊടുക്കാം. ഇച്ചിരി തീ കുറയ്ക്കട്ടെ. ഇനി നമ്മുടെ ഇതിട്ട് നല്ല അടിപൊളി തോരനാണ് കേട്ടോ. ചക്കയുടെ മടൽ മാത്രമല്ല കേട്ടോ ഞാനിട്ടത്, അതിൻ്റെ കൂന കൂടി അരിഞ്ഞിട്ടായിരുന്നു. ഇല്ലാത്ത സമയമായതുകൊണ്ട് അതിൻ്റേതായ വിലക്കെടുത്തൂല്ല. നല്ല അടിപൊളി തോരനാണ്. എന്തിൻ്റെ കൂടെയാണെങ്കിലും നമുക്ക് കൂട്ടിക്കഴിക്കാൻ നല്ലതാണ്. ഇതിന് മധുരം ഇല്ല കേട്ടോ. ആ ചുളയ്ക്ക് മാത്രമേ മധുരമുള്ളൂ. ആ ഞെട്ട് ഭാഗത്തുനിന്ന് മാത്രം. നെടി ഒരുപാട് മധുരം അല്ല കേട്ടോ ഉണ്ടായതും. ഞാൻ എന്നാലും അത് മാറ്റി വെച്ചോളാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇല്ലാത്ത സമയത്തൊക്കെ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്ത് ഒന്നും കളയാത്ത വിധം പാകപ്പെടുത്തി എടുക്കുക.